നമസ്കാരം. ഗൾഫ് മേഖലയിൽ സമാധാനവും വികസനവും വേണമെന്ന് ഉണ്ടെങ്കിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും സ്വന്തം മണ്ണിൽ നിന്നും അടിച്ചു പുറത്താക്കി നിർത്തണം. ഇതാണ് ഇറാന് അയൽ രാജ്യങ്ങളോട് പറയാനുള്ളത്. ഇക്കാര്യമാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ വ്യക്തമാക്കിയത്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനെതിരെയാണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അമേരിക്കയെ തങ്ങളുടെ മണ്ണിൽ നിന്നും യുദ്ധം നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. ശത്രുക്കളെ സഹായിക്കുന്ന നിലപാട് തുടർന്നാൽ അത് മേഖലയുടെ സുരക്ഷയെ ബാധിക്കും. ഇറാൻ ഒരിക്കലും ആദ്യം ആക്രമിക്കില്ല. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും. അതിൽ യാതൊരു വിധ കോംപ്രമൈസും ഉണ്ടാവില്ല. നിലവിൽ അമേരിക്കൻ നീക്കങ്ങൾക്ക് പകരമായി ചില ഗൾഫ് കേന്ദ്രങ്ങളിൽ ഇറാൻ തിരിച്ചടി നൽകുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളെയാണ് ഇറാൻ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും യുദ്ധം നിർത്തണം എന്ന് ഇറാനും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇറാന് നേരെയുള്ള ഈ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കടന്നാക്രമണത്തെ ഒരു തരത്തിലും നീതീകരിക്കാനോ ന്യായീകരിക്കാനോ ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. ഏതായാലും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറിന്റെ നേതൃത്വത്തിലാണ് സൗദി, ഈജിപ്ത്, തുർക്കി എന്നീ രാജ്യങ്ങൾ യുദ്ധം നിർത്താനായുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഈ ചർച്ച വളരെ നിർണായകമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് പരസ്പരം വിശ്വാസം അനിവാര്യമാണ്. സുരക്ഷയാണ് ലക്ഷ്യമെങ്കിൽ വിദേശ ശക്തികളെ മേഖലയിൽ നിന്നും പുറത്താക്കണമെന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയെ പെസിഷ്കിയാൻ ആവർത്തിച്ചത്. കാരണം ഇറാനുമായി ചർച്ചകൾ നടത്തിയിരുന്ന ആ സമയത്താണ് പെട്ടെന്ന് അവരറിയാതെ തന്നെ ഒരു ചതിയിലൂടെയുള്ള ആക്രമണം ഇസ്രയേൽ നടത്തിയത്. അപ്പൊ ഇത് അക്ഷരാർത്ഥത്തിൽ ചതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലിനെയും ഒന്നും ഒരു കാലത്തും വിശ്വസിക്കാൻ ഇറാൻ തയ്യാറാകാത്തത്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇറാനിൽ അമേരിക്ക കരയുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് യുദ്ധത്തിന് സജ്ജരായിരിക്കുകയാണ് ഇറാനും ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമേരിക്കയ്ക്കെതിരെ 10 ലക്ഷത്തിലധികം കരസേനാ അംഗങ്ങളെ ഇറാൻ അണിനിരത്തുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ പ്രാദേശിക വാർത്താ ഏജൻസിയാണ് സൈനിക സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഈ നിർണായക വിവരം വെളിപ്പെടുത്തിയത്. ഇറാന്റെ തെക്കൻ അതിർത്തിയിലൂടെ അമേരിക്ക കരയാക്രമണം നടത്തിയേക്കുമെന്ന സാധ്യത മുന്നിൽ കണ്ടാണ് ഈ നീക്കം. ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ അമേരിക്കൻ സൈന്യത്തിന് ഇറാന്റെ മണ്ണിൽ നരകം സമ്മാനിക്കും എന്ന ആവേശത്തിലാണ് രാജ്യത്തിലെ പോരാളികൾ എന്നാണ് സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. രാജ്യത്തെ യുവജനങ്ങൾക്കിടയിലും സൈന്യത്തിൽ ചേരാനുള്ള താല്പര്യം വലിയ തോതിൽ വർദ്ധിച്ചതായുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ബസിജ് കരസേന എന്നിവയിലേക്കുള്ള യുദ്ധമുന്നണികളും സേവനമനുഷ്ഠിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് യുവ സന്നദ്ധ പ്രവർത്തകരുടെ അപേക്ഷാ പ്രവാഹമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് എന്ന് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ജനകീയ പിന്തുണയോടെ അമേരിക്കയെ നേരിടാനാണ് ഇറാന്റെ തീരുമാനം. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കവും രൂക്ഷമായി തുടരുകയാണ്. അമേരിക്ക കടലിടുക്ക് തുറക്കാൻ എന്നാൽ അമേരിക്കയുടെ ഇത്തരം ആത്മഹത്യാപരമായ നീക്കങ്ങളെ പ്രതിരോധിക്കുവാനും കടലിടുക്ക് അടച്ചു തന്നെ വെക്കുവാനും തങ്ങൾ പൂർണ്ണ സജ്ജമാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കടലിടുക്കിലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത് ആഗോള എണ്ണ വിപണിയെയും ബാധിച്ചേക്കാം. ഇറാൻ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾക്കിടയിൽ രൂക്ഷമായ മുന്നറിയിപ്പുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. അമേരിക്ക മുന്നോട്ട് വെച്ച 15 ഇന സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. ഇറാൻ ഉടൻ ഗൗരവമായ നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും പിന്നീട് പിന്മാറാൻ കഴിയില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഇറാൻ ചർച്ചകൾക്കായി കെഞ്ചുകയാണ് എന്നാണ്, അതായത് സൈനികമായി തകർന്നടിഞ്ഞു എന്നും അവർ കെഞ്ചുകയാണ് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ട്രംപിന്റെ സൈനികരെ നിന്നും പൊരുതാനുള്ള കഴിവ് ഇപ്പോഴും ഇറാനുണ്ട്.